സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ ആയിരക്കണക്കിന് രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ആശ്വാസമാണ് സേവാഭാരതിയുടെ സൗജന്യ ഭക്ഷണ വിതരണം. ഇതിനെതിരെ മന്ത്രി കെ മുരളീധരൻ ഇന്ന് നടത്തിയ പരാമർശത്തിൽ വ്യാപകമായ വിമർശനം ഉയരുകയാണ്. മന്ത്രി അന്നം മുട്ടിക്കരുത് എന്നാണ് രോഗികളുടെ കൂട്ടിരിപ്പുകാർ ഒരുപോലെ പറയുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സേവാഭാരതിയുടെ ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്താണ് ചേരുന്നത്. പ്രശാന്ത്, സേവാഭാരതി അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എന്നല്ല, സംസ്ഥാനത്തെല്ലായിടത്തും സർക്കാർ ആശുപത്രികളിലെത്തുന്ന പാവപ്പെട്ട രോഗികൾക്കും അവരുടെ കൂടെ വരുന്നവർക്കുമൊക്കെ വലിയ ആശ്വാസമാണ്, സാന്ത്വനമാണ് സേവാഭാരതി എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നിപ്പോൾ കെ മുരളീധരൻ സേവാഭാരതിക്കെതിരെ രംഗത്ത് വരുമ്പോൾ, പ്രത്യേകിച്ച് സേവാഭാരതിയുടെ ഈ സൗജന്യ ഭക്ഷണ വിതരണത്തിനെതിരെ രംഗത്ത് വരുമ്പോൾ എത്രത്തോളം വലിയ പ്രതിഷേധമാണ് ആളുകളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്? പ്രശാന്ത്, ഗൗതം, ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഈ സേവാഭാരതിയുടെ ഭക്ഷണ വിതരണം ആരംഭിച്ചിട്ട് ഏകദേശം 25 വർഷം പിന്നിടുന്നു. ആരും എത്താത്ത സമയത്താണ് സേവാഭാരതി സേവനത്തിൻ്റെ ഒരു മാതൃക സൃഷ്ടിച്ചുകൊണ്ട് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഭക്ഷണ വിതരണം ആരംഭിക്കുന്നത്. അതിനുശേഷമാണ് പല സന്നദ്ധ സംഘടനകളടക്കം പിന്നീട് ഭക്ഷണ വിതരണ രംഗത്തെത്തിയൊക്കെ ചെയ്തത്. ഇപ്പോൾ മന്ത്രിയുടെ പരാമർശം കൂടി ആയതോടുകൂടി തന്നെ വ്യാപക വിമർശനങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇത്തരത്തിൽ ഭക്ഷണ വിതരണത്തിനെതിരെ മന്ത്രി നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ വ്യാപകമായ വിമർശനമാണ് ഇത്. ചേട്ടൻ ഈ മന്ത്രി പറഞ്ഞത് ശ്രദ്ധിച്ചായിരുന്നു? ഭക്ഷണം കൊടുക്കരുത്, സേവാഭാരതിയുടെ ഭക്ഷണം കൊടുക്കരുതെന്നൊക്കെ എന്താ പറയുന്നത്? ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. കാര്യം ഇത് അന്നമാണ്, അന്നദാനം. ഈ ആശുപത്രി എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ 4 വിഭാഗമാണ്. ഒന്ന് RCC, SAT, ശ്രീചിത്ര, മെയിൻ നമ്മുടെ മെഡിക്കൽ കോളേജ്. ഇവിടെ എല്ലാം കിടക്കുന്ന അശരണന്മാരാണ്, എല്ലാം സാധാരണക്കാരായിട്ടുള്ള പാവം ജനങ്ങളാണ് വരുന്നത്. അപ്പം അവർക്ക് ഒരു നേരത്തെ അന്നം എന്ന് പറയുന്നത് കയ്യിലേറ്റ് വാങ്ങിക്കും. ഈ ഹോട്ടലിലെ ഭക്ഷണമൊന്നും മാറ്റി കഴിക്കാൻ പറ്റത്തില്ല. ആശുപത്രിയിൽ നിന്ന് അല്ല, പുറത്തുനിന്നൊക്കെ കഴിക്കണമെങ്കിൽ ഒരു നേരം കഴിക്കണമെങ്കിൽ തന്നെ 100-200 മിനിമം ഒരു 150 രൂപയെങ്കിലും. 2 പേര് കഴിക്കുമ്പോഴേക്കും 300 മേളിൽ പോകും. 100 രൂപ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊണ്ട് ഇവിടുത്തെ ചികിത്സകളും ചികിത്സാ ചെലവുകളും ഇതെല്ലാം കൂടെ ഭാരിച്ച ചെലവുകളാകുമ്പോൾ ഈ അന്നത്തിന് ഞങ്ങളൊക്കെ വന്ന് ഇങ്ങനെ ഈ അന്നം വാങ്ങിക്കാനെ കൊണ്ട് ഞങ്ങളിങ്ങനെ വന്ന് കൈയും കൂട്ടി നിൽക്കുന്നത്. അതുപോലെ DYPയുടെ ചോറ് കൊടുക്കുന്നത് വേണ്ടെന്നാ പറയുന്നത്. മന്ത്രി വേണ്ടെന്ന് പറയാൻ മന്ത്രി കൊണ്ട് കൊടുക്കട്ടെ. മന്ത്രി വേണ്ടെന്ന് പറയാൻ മന്ത്രി വേണ്ടെന്ന് വെച്ചിട്ട് അതുതന്നെയാണ് ഗൗതം. ഇത്തരത്തിൽ വ്യാപകമായ രീതിയിൽ പ്രതിഷേധങ്ങളാണ് വരുന്നത്. നമുക്ക് അറിയാം, ഈ സേവാഭാരതിയുടെ ഈ മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിക്ക് മുന്നിൽ വശത്താണ് ഈ സേവാഭാരതിയുടെ ഈ ഭക്ഷണ വിതരണം നടക്കുന്നത്. കഴിഞ്ഞ 25 വർഷമായിട്ടാണ് ഇത്തരത്തിൽ ഈ ഭക്ഷണ വിതരണം ഇങ്ങനെ ആരംഭിക്കുന്നത്. രാവിലെ 11:30 ആരംഭിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം, അത് കഞ്ഞി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു കൊണ്ടുവന്ന ഭക്ഷണങ്ങൾ തീർന്നതുവരെയും ആ വിതരണം ഇങ്ങനെ നടക്കും. ആ രീതിയിലാണ് വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ ഭക്ഷണ വിതരണമാണ് ഇപ്പോൾ വേണ്ട എന്ന് മന്ത്രി പറയുന്നത്. നമുക്കറിയാം, സാധാരണക്കാരായിട്ടുള്ള അശരണരായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ളവരാണ് തിരുവനന്തപുരം അടക്കമുള്ള മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും എത്തുന്നത്. അത്തരം ആളുകളുടെ അന്നം മുട്ടിക്കുന്ന നിലപാടാണ് ഈ ആരോഗ്യമന്ത്രി നടത്തിയതെന്നാണ് വിമർശനങ്ങളായിട്ട് വരുന്നത്. നിരവധി പേർ ഇവിടെ ഈ ദിവസവും ഇത്തരത്തിൽ സേവാഭാരതിയുടെ ഈ കഞ്ഞി വാങ്ങാനായാലും ശരി, ഭക്ഷണപ്പൊതി വാങ്ങാനായാലും ശരി, ഈ മെഡിക്കൽ കോളേജിൻ്റെ ഈ പരിസരത്ത് വരാറുണ്ട്. കഴിഞ്ഞ 25 വർഷമായി ഇത് നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സേവനത്തിൻ്റെ ഒരു ഉദാത്ത മാതൃകയായിട്ട് ഇങ്ങനെ നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെയാണ് സേവാഭാരതിയുടെ അടക്കം പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനെതിരെയാണ് വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ പോയിരുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ സേവാഭാരതിയുടെ തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗം ചേരുന്നുണ്ട്. ചേട്ടാ, മന്ത്രിയുടെ പ്രസ്താവന ശ്രദ്ധിച്ചാണല്ലോ. 25 വർഷമായി സേവാഭാരതി തിരുവനന്തപുരത്ത് നിന്നല്ല, എല്ലാ മെഡിക്കൽ കോളേജുകളിലും എല്ലാ ജില്ലാ ആശുപത്രികളിലും എല്ലാം കഞ്ഞിയും അതോടൊപ്പം തന്നെ ഭക്ഷണപ്പൊതികളും എല്ലാം വിതരണം ചെയ്യുന്നുണ്ട്. മറ്റ് ആരും എത്തുന്നതിന് മുമ്പ് സേവാഭാരതിയാണ് ആദ്യമായി ഇതൊക്കെ തുടങ്ങി വെക്കുന്നത്, ആരംഭിക്കുക. അങ്ങനെ ഇത്തരത്തിലൊരു മാതൃക സൃഷ്ടിച്ചുകൊണ്ടാണ് സേവനം നടത്തിയിരിക്കുന്നത്. ആ സേവനമാണ്, ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന സേവനമാണ് ഇപ്പോൾ വേണ്ട എന്ന് മന്ത്രി പറയുന്നത്. രാഷ്ട്രീയപരമായിട്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. പക്ഷേ സേവാഭാരതിയുടെ പ്രവർത്തനം ഈ മെഡിക്കൽ കോളേജുകളിലും ബാക്കിയുള്ള ഹോസ്പിറ്റൽസിലും നടക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലുള്ള പേഷ്യൻ്റ് ലോഡ് നിങ്ങൾക്ക് എല്ലാം ചുറ്റും അറിയാം. കാരണം വെച്ചാൽ ഇവിടെ വളരെ നിർദ്ധനരായിട്ടുള്ള ആൾക്കാർ, ബാക്കി പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോകാൻ പറ്റാത്ത ആൾക്കാരും ദൈനംദിനം ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുമാണ് കൂടുതൽ ഇവിടെ വരാറുള്ളത്. അപ്പോൾ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനായിട്ട് സേവാഭാരതിക്ക് കഴിയുന്നു എന്നുള്ളത് അത് പൊതുസമൂഹത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ്. അത് ആര് ചെയ്തു കഴിഞ്ഞാലും സേവാഭാരതി അതിനകത്തൊരു നിറത്തിന് ഒരു കൊടിയുടെ കളറോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ കളറോ എന്നല്ല. ഇവിടെ ചികിത്സ തേടി വരുന്നവർക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പല ഓർഗനൈസേഷൻ ചെയ്യുന്നത്. അത് സേവാഭാരതി ചെയ്യുന്നുണ്ട്. സേവാഭാരതി ഒരു കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ സംവിധാനം ഇവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 25 വർഷമായിട്ട് നമ്മളിവിടെ
ഓണസദ്യ നടത്തുന്നുണ്ട്. അപ്പം ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വലിയൊരു ടീമാണ് ചെയ്യുന്നത്. അതായത് ഏകദേശം 15ഓളം അംഗങ്ങൾ വരുന്ന ഒരു ടീമാണ് ഈ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിന് മാത്രമായിട്ട് നമ്മൾ അലോക്കേറ്റ് വെച്ചിരിക്കുന്നത്. അപ്പം അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ അവർ ദൈനംദിനം വന്ന് കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഒരു മീലായിട്ടല്ല ഒരാൾ വാങ്ങിക്കുന്നത്. ചിലപ്പോൾ ഒരു വ്യക്തിയാണ് വാങ്ങിക്കുന്നതെങ്കിൽ അവരുടെ ഉച്ചയ്ക്കുള്ളതും വൈകുന്നേരത്തേക്കുള്ളതും ഒരുമിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് മാക്സിമം എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനമുള്ള ആംബുലൻസ് സർവീസസ് ഉണ്ട്, മൊബൈൽ മോർച്ചറീസ് ഉണ്ട്, അതുപോലെ തന്നെ രോഗികൾക്കും കുടിയിരിപ്പുകാർക്കും ഉള്ള സംവിധാനം ഇവിടെ തൊട്ടടുത്ത് തന്നെ ചാലക്കുടി ലൈനിനകത്ത് 90 ബെഡുടെ ഒരു സംവിധാനമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓടുന്നത് ഒരു വളരെയധികം ഒരു കൂട്ടായ ഒരു പ്രവർത്തനം കൊണ്ടും അത് സമൂഹത്തിന് ആവശ്യമാകുന്ന ഒരു കാര്യമായതുകൊണ്ടാണ്. ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തരുതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭ്യർത്ഥന. അതുതന്നെയാണ്. വിവിധ സേവന പ്രവർത്തനങ്ങളാണ് ഗൗതം ഈ മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നടക്കുന്നത്. അങ്ങനെ ആ മെഡിക്കൽ കോളേജിൽ ഉള്ള സേവനങ്ങളെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആശുപത്രിയിലുള്ള സേവനങ്ങളെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സമീപനം ഈ മന്ത്രിയുടെ ഭാഗത്തുണ്ടാകുന്നത്. ചേട്ടാ, നമ്മൾ എത്ര കാലമായി ഇവിടെ ഇങ്ങനെ തുടങ്ങുന്നു? കഴിഞ്ഞ 25 വർഷമായിട്ടുണ്ട്. നിരന്തരം മുടങ്ങാതെ തുടങ്ങുവാണല്ലേ? കോവിഡിന് മാത്രം ചെറിയ ഇത് വന്നാൽ അത് നമ്മൾ പൊതിച്ചോറിൽ കൊടുത്തു, അത് അങ്ങനെ അത് ചെയ്തു. ബാക്കി എല്ലാ ദിവസവും കഞ്ഞി തന്നെ കൊടുക്കാറ്. ഞാൻ 5 വർഷത്തോളം ഇവിടെ ഇതിലുണ്ട്. നിരന്തരം മുടങ്ങാതെ തന്നെ നിൽക്കുകയാണ്. ഓരോരുത്തരും ഈ നമ്മൾ ഈ കഞ്ഞി വിതരണം കാത്തു തന്നെ നിൽക്കുന്നുണ്ട്. എല്ലാ വരുന്ന ആളുകളെല്ലാം കൃത്യമായും കാത്തു നിൽക്കുന്നുണ്ട്. നമ്മൾ കറക്റ്റ് 11:30 ആകുമ്പോൾ ഇവിടെ എത്തും. അത് കഴിഞ്ഞ് കഞ്ഞി തീരുന്നവരെ കൊടുത്തിട്ട് ഗൗതം, അത് തന്നെയാണ്. കാരണം എല്ലാ ആളുകളും ഇത്തരത്തിൽ സേവാഭാരതിയുടെ ഈ കഞ്ഞി വിതരണം അത് കാത്തുനിൽക്കും. കാരണം നമുക്കറിയാം, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവർ, അന്നത്തിന് വകയില്ലാത്തവർ, അങ്ങനെയുള്ള ആളുകളാണ് പ്രധാനമായിട്ടും ഈ ആശുപത്രിയിലൊക്കെ എത്തുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്, ആ മെഡിക്കൽ കോളേജിൽ എത്തുന്ന ആളുകൾ പല ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ് എത്തുന്നത്. അതിലേറ്റവും സാധാരണക്കാരായിട്ടുള്ള, അശരണരായിട്ടുള്ള ആളുകൾ, അവരാണ് ഇവിടേക്ക് എത്തുന്നത്. ഒരു നേരത്തെ ആഹാരമെങ്കിലും അവിടെ കിട്ടുമ്പോൾ, ഇത് കിട്ടുമ്പോൾ അവർക്കൊരു ആശ്വാസമാണ് ഉണ്ടാകുന്നത്. ആ ആശ്വാസത്തെയാണ് മന്ത്രി വേണ്ട എന്ന് വെക്കുന്നത്. മന്ത്രി പറയുന്നത് കമ്മ്യൂണിറ്റി കിച്ചൺ വഴി നടപ്പിലാക്കുമെന്നാണ് പറയുന്നത്. യാതൊരു അടിസ്ഥാനവുമില്ലാതെ എന്ത് അടിസ്ഥാനത്തിലാണ് മന്ത്രി ഇതൊക്കെ പറയുന്നതാണ്. കാരണം ഇത്തരത്തിൽ നമുക്കറിയാം, നേരത്തെ ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ കോവിഡ് കാലത്ത് നടത്തിയിരുന്നു. ആ കമ്മ്യൂണിറ്റി കിച്ചൺ അത് തുടങ്ങിയതുപോലെ തന്നെ അവസാനിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഇതങ്ങനെയല്ല. കഴിഞ്ഞ 25 വർഷക്കാലമായി ഇത് നിരന്തരം തുടരുകയാണ്. ആ നിരന്തരം ഇതിൻ്റെ പിന്നിൽ വലിയ കഷ്ടപ്പാടുണ്ട്. കുറേ ആളുകൾ ഇതിന് പിന്നിൽ കഷ്ടപ്പെടുന്നുണ്ട്. രാവിലെ മുതൽ അതുമായി ബന്ധപ്പെട്ട്, അതായത് ഒരു ദിവസത്തെ കഞ്ഞി വിതരണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്കുള്ള കഞ്ഞി വിതരണത്തിനുള്ള നടപടികൾ തുടങ്ങും, പ്രാരംഭ നടപടികൾ തുടങ്ങും. അതിന് വേണ്ടിയിട്ടുള്ളൊരു കഷ്ടപ്പാടുകൾ ഉണ്ട്. അങ്ങനെ ഒരു വലിയ കഷ്ടപ്പാട് ഇതിൻ്റെ പിന്നിലുണ്ട്. അങ്ങനെയാണ് വീണ്ടും പിറ്റേ ദിവസത്തേക്ക് കടക്കുകയും പിറ്റേ ദിവസത്തെ ആഹാരത്തിനുള്ള വകയുണ്ടാക്കുകയും ചെയ്തത്. അങ്ങനെ നടക്കുന്ന, അങ്ങനെ നിരന്തരം ആയിട്ട് സേവന പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണ് വേണ്ട എന്ന് വെക്കുന്നത്. അതിൻ്റെ ബോർഡ് വെക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ബാലിശമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തും സ്വീകരിക്കുന്നത് എന്നാണ് ഏറ്റവും വിമർശനമായിട്ട് വരുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞിരുന്നു, ഒരു ബോർഡ് വെക്കുക എന്ന് പറയുന്നത്, ആ ബോർഡ് വെക്കുന്നതോടുകൂടി തന്നെ ആ ഭക്ഷണത്തിൻ്റെ വിശുദ്ധി, ആ ഭക്ഷണം ശുദ്ധമായിട്ടാണോ ഉണ്ടാക്കുന്നത്, ആരുണ്ടാക്കുന്നു എന്നെല്ലാം അറിയാൻ സാധിക്കുമെന്നാണ് BJP മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള K. സുരേന്ദ്രൻ തന്നെ പറഞ്ഞത്. ഇത്തരത്തിൽ ഈ ബോർഡ് വെക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് പറയുന്നത്. അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ്, അവരെ ആരാണ്, ഏത് സംഘടനയാണെന്ന് അഡ്രസ്സ് ചെയ്യുകയാണ്. അതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. ഭക്ഷണ വിതരണം പോലെയുള്ള ഇത്തരത്തിലുള്ള നടപടികൾ അത് ജനങ്ങൾക്ക് ആശ്വാസമാകുന്ന ഇത്തരത്തിൽ, അതിനെതിരെയാണ് മന്ത്രി ഇത്തരത്തിൽ രംഗത്തെത്തിയിരിക്കുന്നത്. അത് ആലപ്പുഴയിലെ കാര്യം എടുത്തു തന്നെ പറയുകയും ചെയ്യുന്നു. ആലപ്പുഴയിൽ ഒരു ഷെഡ് നിർമ്മിച്ചു, അനധികൃത കയ്യേറ്റം നടത്തിയെന്നൊക്കെയാണ് ഈ ആരോഗ്യമന്ത്രി K. മുരളീധരൻ്റെ ബാലിശമായിട്ടുള്ള ആരോപണം. നമ്മൾ ഓർക്കണം, തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു ഭക്ഷണപ്പൊതി മാത്രമല്ല, അല്ലെങ്കിൽ ഭക്ഷണ വിതരണം മാത്രമല്ല സേവാഭാരതി നടത്തുന്നത്, ആംബുലൻസ് സർവീസുകൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിന് തൊട്ടടുത്തായിട്ട് ആളുകൾക്ക്, അതായത് ഈ രോഗികളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് താമസിക്കുന്നതിനുള്ള സൗകര്യം, സൗജന്യമായിട്ട് താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബെഡുകളോട് കൂടി ഏകദേശം 100-ലധികം ബെഡുകളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ 100-ലധികം ബെഡുകളോട് കൂടിയ ഒരു സംവിധാനം, ഒരു സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ എത്തുന്ന കൂട്ടിരിപ്പുകാർക്കും രോഗിക്കും അവിടെ താമസിക്കാൻ കഴിയും. പുറത്തുനിന്നൊക്കെ എത്തുന്ന ആളുകൾക്ക് അവിടെ താമസിക്കാൻ കഴിയും. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിൽ ഇത്തരത്തിൽ മറ്റൊരു സ്ഥാപനമുണ്ട്. അത് ഫ്രീ ആയിട്ട് സൗജന്യമായി ഡയാലിസിസ് നടത്തുന്ന കോട്ടയ്ക്കകത്തൊരു സ്ഥാപനം സേവാഭാരതിയുടെ സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ സേവനത്തിൻ്റെ ഉദാത്ത മാതൃക സൃഷ്ടിച്ചുകൊണ്ട് തന്നെ ഈ തിരുവനന്തപുരത്തായാലും ശരി, മറ്റ് വിവിധ ജില്ലകളിലായാലും ശരി, ഈ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം സേവന പ്രവർത്തനങ്ങളെല്ലാം കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടാണ് മന്ത്രി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. ഇതിനെതിരെ വ്യാപകമായ രീതിയിൽ ഈ വിമർശനങ്ങൾ വരുന്ന സാഹചര്യമുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങൾ മാത്രമല്ല, നമ്മളിവിടെ ആദ്യം വരുമ്പോൾ നിരവധി ആളുകൾ, അമ്മമാർ ഇതിനൊപ്പം നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ മൈക്ക് കണ്ടപ്പോൾ അവർ ഓടി വന്ന് അവർ കരഞ്ഞുകൊണ്ട് പറയുന്നത്, ഇത്തരത്തിലുള്ള സമീപനം മന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. മന്ത്രി ഇതൊന്നും കാണുന്നില്ലേ? സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ആളുകളാണ്, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത ആളുകളാണ് ഈ മെഡിക്കൽ കോളേജുകളിലെത്തി ഈ ആഹാരത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നത്, വരി നിന്ന് ആഹാരം വാങ്ങുന്നത്. അവരുടെ അന്നം മുട്ടിക്കരുതെന്നാണ് ഈ അമ്മമാരെല്ലാം നമ്മുടെ
മൈക്കിന് മുമ്പിൽ എടുത്തു പറഞ്ഞത്. ഇത് ഞങ്ങളുടെ ആഹാരം മുട്ടിക്കരുത്, ഞങ്ങളുടെ അന്നം മുട്ടിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ്റെ പ്രസ്താവനയ്ക്കെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ആശുപത്രികളിൽ സൗജന്യമായി വിതരണം ചെയ്യുന്ന ഭക്ഷണപ്പൊതി വിതരണത്തെയും അതോടൊപ്പം തന്നെ കഞ്ഞി വിതരണത്തെയും എല്ലാം വിമർശിച്ചുകൊണ്ടാണ് മന്ത്രി കഴിഞ്ഞ ദിവസവും നടത്തിയിരുന്നു. അതേ തുടർന്ന് പിന്നീട് നടത്തി. ഇന്ന് അതിന് മറ്റൊരു മാനം കൽപ്പിച്ചുകൊണ്ട് മറ്റൊരു വ്യാഖ്യാനം കൽപ്പിക്കുന്നത് അത് മെഡിക്കൽ കോളേജ്, ആലപ്പുഴ മെഡിക്കൽ കോളേജ് പരിസരത്തെ സ്ഥലം തങ്ങൾ മറ്റൊരു സംഘടന കൈയേറി അല്ലെങ്കിൽ സേവാഭാരതി കൈയേറി എന്നതാണ്. പ്രശാന്ത്, വ്യക്തമാണ്. തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ സേവാഭാരതിയുടെ ഉച്ചഭക്ഷണ വിതരണം നടക്കുന്ന സ്ഥലത്ത് നിന്നാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നത്. ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല, പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം, കേരളത്തിലെ സർക്കാർ താലൂക്ക് ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും ക്യാൻസർ സെന്ററുകളിലുമെല്ലാം എത്തുന്ന പാവപ്പെട്ട രോഗികൾക്കും അവർക്കൊപ്പം എത്തുന്ന കൂടെ കിടക്കാനൊക്കെയായി എത്തുന്ന രോഗികളുടെ ഒപ്പമുള്ളവർക്കുമൊക്കെ ആശ്വാസമായി സാന്ത്വനമായി ഉള്ള സംഘടനയാണ് സേവാഭാരതി എന്നത്. ഒപ്പം പ്രളയം ഉൾപ്പെടെയുള്ള വലിയ ദുരന്തം കേരളത്തെ ഇല്ലാതാക്കുന്ന ഘട്ടത്തിലൊക്കെ നമ്മൾ സേവാഭാരതിയുടെ മഹത്വം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയതാണ്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു സംഘടനയ്ക്കെതിരെ കേരളത്തിലെ ആരോഗ്യമന്ത്രി അതും ഇതും വിളിച്ചു പറയുമ്പോൾ സ്വാഭാവികമായും പാവപ്പെട്ട ആളുകൾക്കിടയിൽ നിന്നും വലിയ പ്രതിഷേധമുണ്ടാകും. കാരണം ഈ ആശുപത്രിയിലൊക്കെ വന്ന് വളരെ കഷ്ടപ്പാടോടുകൂടി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ആശ്വാസമാണ് ഈ പൊതിച്ചോറും ഉച്ചഭക്ഷണവും ഒക്കെ. അപ്പം അതിനകത്ത് ഈ പാറ്റയിടുന്ന പരിപാടിയാണ് കെ മുരളീധരനെ പോലുള്ള ആളുകൾ നടത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സാഹചര്യത്തിലാണ് വലിയ പ്രതിഷേധം ഇപ്പോൾ രൂപപ്പെടുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദാംശങ്ങൾ നൽകിയത്.